കൊറോണ വ്യാപനം തടയുന്നതിനായി നാലുപാടും പ്രതിരോധം ശക്തമാക്കുകയാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ. UAEയുടെ എമിറേറ്റുകളിൽ തകൃതിയായി വാക്സിൻ വിതരണം നടക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ UAEയിൽ 85% വരുന്ന ആളുകൾക്ക് വാക്സിൻ നൽകിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. ഇപ്പോഴിതാ പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന വാർത്തയാണ് UAE പറയുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സന്ദർശക വിസയിൽ അബുദാബിയിൽ എത്തുന്നവർക്ക് സൗജന്യ കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുന്നതിന് ഞായറാഴ്ച തുടക്കമായതായി അധികൃതർ. അബുദാബി അൽ ഐൻ മേഖലകളിലാണ് നിലവിൽ വാക്സിൻ നൽകി വരുന്നത്. അബുദാബി ആരോഗ്യ സേവന വിഭാഗമായ സേഹയുടെ ആംബുലേറ്ററി ഹെൽത്ത് സർവീസ് സെന്ററുകളിലാണ് കുത്തിവയ്പ് നടക്കുന്നത്. അതായത് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർക്കും സൗജന്യ വാക്സിൻ ലഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എൻട്രി പെർമിറ്റ് മാത്രമാണ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നതെങ്കിലും വാക്സിൻ എടുക്കാവുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ സേഹ പുറത്തുവിടുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മുൻകൂട്ടി ബുക്ക് ചെയ്തോ താമസ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള CHS സെന്ററുകളിൽ നേരിട്ട് പോയാലും സൗജന്യ വാക്സിൻ ലഭിക്കുകയും ചെയ്യും. അബുദാബി താമസ വിസ കാലാവധി കഴിഞ്ഞവർക്ക് വാക്സിൻ നൽകുമെന്ന് ദേശീയ ദുരന്ത നിവാരണ വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സൗജന്യ വാക്സിൻ ലഭിക്കാൻ കാലാവധി കഴിഞ്ഞ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എല്ലാ വിഭാഗങ്ങളിൽ പെടുന്നവർക്കും പൂർണ്ണ സുരക്ഷ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണിത് നടപ്പാക്കുന്നത്. മറ്റ് എമിറേറ്റുകളിലെ സന്ദർശക വിസക്കാർക്കും അധികം താമസിയാതെ തന്നെ സൗജന്യ വാക്സിൻ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കോവിഡ് പ്രതിരോധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അബുദാബി കൂടുതൽ ജാഗ്രത പുലർത്തുക. ജൂൺ 15 മുതൽ അബുദാബിയിലെ മോളുകൾ, ബീച്ചുകൾ, ജിം, സിനിമാ തിയേറ്ററുകൾ, ഭക്ഷണശാലകൾ, കഫേകൾ തുടങ്ങിയ പൊതുയിടങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ അൽ ഹൊസൻ ആപ്പിൽ ഗ്രീൻ പാസ് ഉണ്ടായിരിക്കണം. സന്ദർശക വിസക്കാർക്കും ഗ്രീൻ പാസ് പ്രോട്ടോകോൾ ബാധകമാണ്. ഓരോ ആഴ്ചയും RT-PCR പരിശോധന നടത്തി നെഗറ്റീവ് ആയെങ്കിൽ മാത്രമേ ഗ്രീൻ പാസ് ലഭിക്കുകയുള്ളൂ. കൂടാതെ അബുദാബിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സൗജന്യ കോവിഡ് പരിശോധന നടക്കുന്നുണ്ട്. ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെ സുരക്ഷാ വ്യവസ്ഥകൾ കർശനമാക്കുക വഴി രോഗവ്യാപനം തടയുകയാണ് ലക്ഷ്യമിടുന്നത് തന്നെ. അൽ ഹൊസൻ ആപ്പിലെ പച്ചനിറത്തിന്റെ കാലാവധി വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് വ്യത്യസ്ത രീതിയിലാണ് കാണിക്കുന്നത്. പച്ചനിറം സാധ്യതയുള്ള PCR പരിശോധനാ ഫലം അടയാളപ്പെടുത്തുന്നു. ചാരനിറം കാലാവധി കഴിഞ്ഞ ഫലത്തെ അടയാളപ്പെടുത്തുന്നു. ചുവപ്പ് നിറം ഫലം പോസിറ്റീവാണെന്നും തുടർ നടപടികൾക്ക് വിധേയമാക്കണമെന്നും വിശദമാക്കുന്നു. കോവിഡ് RT-PCR പരിശോധന ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമായി മാറിയിരിക്കുന്നുവെന്ന് FNC വ്യക്തമാക്കി. സൗജന്യ PCR പരിശോധന കൂടുതൽ സജീവമാക്കാനും FNC നിർദ്ദേശിച്ചു. ഇത് ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് പരിശോധനാ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുകയാണ് ലക്ഷ്യം. കമ്പനികളും വ്യക്തികളും സ്ഥിരമായി PCR പരിശോധനകൾക്കായി കൂടുതൽ പണം ചെലവഴിക്കുകയാണ്. കോവിഡ് പരിശോധന പരിധിയിൽ ഉൾപ്പെടുത്താൻ ഇൻഷുറൻസ് കമ്പനികൾ മുന്നോട്ട് വരുന്നത് കുറവാണെന്ന് FNC ദുബായ് പ്രതിനിധി ഹമദ് അഹ്മദ് അൽ റഹ്മി ചൂണ്ടിക്കാട്ടി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.